ഹലോ, നല്ല നാടൻ മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. അപ്പം 4 മാങ്ങ അതേ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3-4 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ഒരു സ്വല്പം മുളക് പൊടി, കൂടിപ്പോലെ കേട്ടോ, കളർ മാറിപ്പോവും, കുറച്ച് മതി ഇട്ട് കൊടുത്തിട്ട് മാങ്ങ നെകക്കിന് വെള്ളം ഒഴിക്കുക. കാര്യം ഇത്തിരി നല്ല കണക്ക് വെന്ത് കിട്ടണം. ഒഴിച്ചിട്ട് നമുക്കൊന്ന് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് വേവിക്കാം. ആ സമയത്ത് അരപ്പ് ശരിയാക്കി എടുക്കാം. അപ്പോൾ തേങ്ങ, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞതും കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്തിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മാങ്ങ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതും അരപ്പും ചേർത്തിട്ട് ചെറു തീയിലിട്ട് ആ അരപ്പ് നല്ലപോലെ ഇച്ചിരി ഒന്ന് വെന്ത് വരണം. എന്നിട്ട് ഇച്ചിരി കായപ്പൊടിയും അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് നല്ല കട്ട തേയിലൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു ഇത്തിരി ശർക്കരപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്, ശർക്കരയും ചേർക്കാം. എന്നിട്ട് നമുക്ക് മാമ്പഴ പുളിശ്ശേരിയിലേക്ക് കടുക് വറക്കാം. കടുക് വറുത്ത് അതിലേക്ക് ഇത്തിരി ഉലുവായും കൂടെ ചേർത്തിട്ട് മൂപ്പിക്കുക. എന്നിട്ട് അതിൽ കുറച്ച് കൊച്ചുള്ളി, എൻ്റെ അടുത്ത് വറ്റൽമുളക് തീർന്നു പോയി കേട്ടോ, സോറി. അപ്പം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ല ചോക്കനെ മൂത്ത് വരുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഒരു പിഞ്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ആ പുളിശ്ശേരിയിലേക്ക് ഒഴിക്കും. അപ്പോൾ നല്ല മണമെന്നറിയോ, സൂപ്പർ മണം. എന്നിട്ട് നമുക്കിപ്പോൾ ചോറ് വിളമ്പാം. നെത്തോലി മീൻ പീര പറ്റിച്ചതുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ തന്നെ നെത്തോലി വറുത്തതുണ്ടായിരുന്നു, അതും എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം നമ്മുടെ നല്ല കുറുകിയ മാമ്പഴ പുളിശ്ശേരി ഇതാ ഒഴിച്ചിട്ടുണ്ട്. മാമ്പഴ പുളിശ്ശേരി ഒഴിച്ചിട്ട് അടിപൊളിയായിരുന്നു. കുഴച്ച് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.